നമസ്കാരം. ഈ വരുന്ന ജനുവരി 21 ചൊവ്വ മിഥുനം രാശിയിലേക്ക് പ്രവേശിക്കും. ചൊവ്വയുടെ മിഥുനം രാശിയിലേക്കുള്ള ഈ പ്രവേശനം നിമിത്തം ചില രാശിക്കാർക്ക് ധനമാർഗങ്ങൾ തെളിയുകയാണ്. എന്ന് വെച്ചാൽ സാമ്പത്തികമായി അല്ലെങ്കിൽ സമ്പത്ത് നമ്മളിലേക്ക് എത്തുന്ന ഒരവസ്ഥയ്ക്കാണ്. ഏതെങ്കിലും വിധേന തടസ്സങ്ങൾ ഉണ്ടായി സമ്പത്ത് കയ്യിലേക്ക് വരാത്ത അവസ്ഥയുണ്ട്, അല്ലെങ്കിൽ അധിക ചിലവുകൾ ഉണ്ടാകുന്ന അവസ്ഥ, സമ്പത്ത് കുറയുക അല്ലെങ്കിൽ വരുമാനം കുറവും ചിലവ് കൂടുതലായുള്ള അവസ്ഥ, ഇതൊക്കെ ഉണ്ടായി നമ്മൾ കടങ്ങൾ എടുക്കേണ്ട അവസ്ഥകളിലേക്ക്, അങ്ങനെ പല വിധത്തിലുള്ള സാമ്പത്തിക ഞെരുക്കത്തിൽപ്പെടുന്ന ആളുകൾക്കായിരിക്കും ഇതൊരു സന്തോഷ വർത്തമാനം. ഈ 21 തീയതി മുതൽ ചൊവ്വയുടെ ഈ അനുഗ്രഹം നിമിത്തം സാമ്പത്തികമായൊരു ഉന്നമനം ഉണ്ടാകാൻ പോകുന്ന രാശിക്കാർ ആരൊക്കെയെന്ന് നോക്കാം. മേടം രാശിയാണ് ആദ്യത്തേത്. അശ്വതി, ഭരണി, കാർത്തിക ആദ്യ ഭാഗം വരുന്ന മേടം രാശിയിൽ ജനിച്ച ആളുകൾക്ക് ധൈര്യമുണ്ടാകുന്നൊരു സമയമാണ്. സാഹസിക പ്രവർത്തനങ്ങൾക്കായി മുതിരാതിരിക്കുക. അല്പം സാഹസിക പ്രവർത്തനങ്ങളൊക്കെ ചെയ്തേക്കാം എന്നൊരു തോന്നൽ കൂടി ഉണ്ടാകും. അതുകൊണ്ട് സാഹസികമായ കാര്യങ്ങൾക്ക് കൂടുതൽ മുതിരാതിരിക്കുക. വസ്തുതർക്കം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ പരിഹരിക്കപ്പെടുന്നതായിരിക്കും. സ്വത്തുവകകൾ, പൂർവിക സ്വത്തുക്കൾ മുഖേനയുള്ള തർക്കങ്ങളൊക്കെ പരിഹരിക്കപ്പെടുന്ന ഒരു സമയം കൂടിയാണ് 21 തീയതി മുതൽ വരാൻ പോകുന്നത്. സ്വന്തമായ ഒരു വീട് എന്ന ആഗ്രഹം കൂടി പൂവണിയുന്ന സമയമാണ്. കുടുംബത്തിൽ സന്തോഷം ഉണ്ടാകും. നമ്മൾക്ക് സന്തോഷകരമായ വർത്തമാനങ്ങൾ എത്തുന്നത് മുഖേന നമ്മൾക്ക് കുടുംബ സന്തോഷം, മനസ്സമാധാനം ഉണ്ടാകുമ്പോൾ തന്നെ സന്തോഷം താനേ വന്നുകൊള്ളും. മംഗളകരമായ കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു സമയം കൂടിയാണ് 21 തീയതി മുതൽ തുടങ്ങാൻ പോകുന്നത്. വരുമാനം വർദ്ധിക്കുന്നതായിരിക്കും. കർക്കിടകമാണ് അടുത്ത രാശി. പുണർദം അവസാന കാൽഭാഗം, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ് കർക്കിടകം രാശിയിൽ വരുന്നത്. അസാധ്യമെന്ന് തോന്നുന്ന പല കാര്യങ്ങളും ഈ സമയത്തിൽ, അതായത് ജനുവരി 21 സാധ്യമാക്കിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. എന്നെക്കൊണ്ട് കഴിയില്ല എന്ന് പറഞ്ഞ് വിഷമിച്ച് അല്ലെങ്കിൽ മാറി പുറകോട്ട് ഇരിക്കുകയാണ്, പറ്റുന്നില്ല, എല്ലാവരും പറയുന്നുണ്ട് നിനക്ക് സാധിക്കുമെന്ന്, പക്ഷെ നമുക്കൊരു ധൈര്യം ഉണ്ടാകുന്നില്ല. ഇവിടെ ചൊവ്വ ധൈര്യം കൂടിയാണ് നൽകുന്നത്. ജീവിത സംതൃപ്തി എന്നത് നിങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എന്നോ എവിടെ. നമ്മൾ പറയാറുണ്ട് കുട്ടിക്കാലത്തുള്ളൊരു സന്തോഷം വളർന്നു വരുന്നതനുസരിച്ച് നമ്മളിലേക്ക് പിന്നെ കിട്ടുന്നില്ല. പല വിധത്തിലുള്ള കഷ്ടപ്പാടുകളും ദുരിതങ്ങളും വന്നു കഴിയുമ്പോൾ എവിടെയാണ് സന്തോഷിക്കാൻ സമയം എന്ന് വിലപിച്ചിരുന്ന നിങ്ങളിലേക്ക് ചൊവ്വയുടെ അനുഗ്രഹം നിമിത്തം സന്തോഷം കടന്നു വരികയാണ്. വിദേശ ഭാഗ്യം ഈ രാശിക്കാർക്കൊക്കെയും 21 തീയതി മുതൽ വിദേശ ഭാഗ്യത്തിലുള്ള ഒരു യോഗം കൂടിയാണ് ചൊവ്വ നൽകുന്നത്. രോഗമുക്തി, ഏറ്റവും വലിയ സന്തോഷം അനുഭവിച്ചിരിക്കുന്ന രോഗങ്ങളിൽ നിന്നൊരു മോചനം, ഒരു മുക്തി ഉണ്ടാവുക എന്നതാണ്. ആ ഭാഗ്യം കൂടി ഇവിടെ 21 തീയതി മുതൽ ചൊവ്വയുടെ അനുഗ്രഹം നിമിത്തം സിദ്ധിക്കുന്നുണ്ട്. കന്നിയാണ് അടുത്ത രാശി. ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിരയുടെ ആദ്യ പകുതി വരുന്ന നക്ഷത്രക്കാർക്ക് വസ്തുതർക്കങ്ങൾ അകലുന്ന ഒരു സമയം കൂടിയാണ്. സഹോദരങ്ങൾ തമ്മിലായിരിക്കും ചിലപ്പോൾ, അല്ലെങ്കിൽ ബന്ധുക്കൾ മുഖേന, അല്ലെങ്കിൽ അയൽക്കാരുമായിട്ടുള്ളത്. അപ്പോൾ ഏത് വിധേനയുള്ള വസ്തുതർക്കങ്ങളാണെങ്കിലും ചൊവ്വയുടെ അനുഗ്രഹം നിമിത്തം അതിൽ നിന്ന് മോചനം, നിങ്ങൾക്ക് അനുകൂലമായ മറുപടിയൊക്കെ ലഭിക്കുന്നതാണ്. മുടങ്ങിക്കിടക്കുന്ന പല കാര്യങ്ങളും പൂർത്തീകരിക്കാനായി ചൊവ്വയുടെ അനുഗ്രഹം നിമിത്തം നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ആസ്തി വർദ്ധിക്കുന്ന ഒരു സമയം കൂടിയാണ്. വിദേശ ഭാഗ്യം നിങ്ങൾക്കും ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് കന്നിരാശിക്കാരായ ആളുകൾ വിദേശത്ത് പോകാനായി കാത്തിരിക്കുന്നവരാകട്ടെ, അല്ലെങ്കിൽ വിദേശത്ത് നിന്ന് നിർത്തി ചില ആളുകൾ വന്നിട്ടുണ്ട്, കാരണം അവിടെ ബുദ്ധിമുട്ടുകൾ നിമിത്തം അങ്ങനെ വന്ന് വിഷമിച്ച് തിരിച്ചു പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളും ഉണ്ടാവും. ഏത് വിധേനയായാലും 21 തീയതി മുതൽ നിങ്ങൾ അതിന് ശ്രമിച്ചുകൊള്ളൂ. അനുകൂലമായ സമയമാണ്. തുലാമാണ് അടുത്ത രാശി. ചിത്തിര രണ്ടാം പകുതി ഭാഗം, ചോതി, വിശാഖം ആദ്യ മുക്കാൽ ഭാഗം വരുന്ന തുലാം രാശിയിൽ ജനിച്ച ആളുകൾക്ക് ജോലി നേട്ടമുണ്ടാകുന്ന സമയമാണ്. അധികാര ലബ്ധി ഉണ്ടാകുന്നുണ്ട്. അതായത് നമ്മൾ പഠിച്ച അതിനനുസരിച്ച് ഒരു ജോലി ലഭിക്കുക, അല്ലെങ്കിൽ ആ ജോലിയിൽ നിന്ന് ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിലേക്ക് പ്രൊമോഷൻ ലഭിക്കുക എന്നതൊക്കെ നമ്മൾ കൂടുതൽ അധികാരങ്ങളിൽ എത്തപ്പെടുന്ന ഒരു സമയം കൂടിയാണ്. ബിസിനസ്സിൽ നേട്ടമുണ്ടാകുകയും വിദേശ ഭാഗ്യം നിങ്ങൾക്കും കാണുന്നുണ്ട്. വൃശ്ചികമാണ് അടുത്ത രാശി. വിശാഖം അവസാന കാൽഭാഗം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ് വൃശ്ചികം രാശിയിൽ വരുന്നത്. ധനയോഗത്തിൻ്റെ സമയമാണ് 21 തീയതി മുതൽ ചൊവ്വയുടെ അനുഗ്രഹം നിമിത്തം തുടങ്ങുന്നത്. വരുമാന വളർച്ചയുണ്ടാകുന്നുണ്ട്. പുതിയ വരുമാന മാർഗങ്ങൾ നിങ്ങളിലേക്ക് തെളിഞ്ഞു വരികയും ബിസിനസ്സിലേക്ക് ഇറങ്ങുന്ന ആളുകൾക്ക്, അതായത് ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണെങ്കിൽ അവർക്കും നല്ല സമയമാണ്. ഭൂമി ലാഭം, അതായത് നമ്മൾ പറയേണ്ട വിലയാച്ച അല്ലെങ്കിൽ ചുളുവിന് നമുക്ക് ഭൂമി നേടിയെടുത്ത്, അതായത് നമ്മൾ പ്രതീക്ഷിച്ച ഒരു വിലയെക്കാട്ടി ഇപ്പോൾ കുറവ് വിലയ്ക്ക് നേടാൻ നമുക്ക് സാധിച്ചു എന്നൊക്കെ പറയുന്നത് പോലെ ഭൂമി ലാഭത്തിൽ ലഭിക്കാനുള്ളൊരു ഭാഗ്യം കൂടി ഈ സമയത്തുണ്ടാകുന്നുണ്ട്. മികച്ച ആരോഗ്യം ഉണ്ടാകുന്ന ഒരു സമയമാണ്. രോഗങ്ങളിൽ നിന്നൊക്കെ മുക്തി ഉണ്ടാവുകയും ചെയ്യുന്നു. അതായത് 21 തീയതി ചൊവ്വയുടെ അനുഗ്രഹം നിമിത്തമാണ് ഇതൊക്കെയും സാധ്യമാകുന്നതും. അടുത്ത രാശി മീനമാണ്. പുരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങളാണ് മീനം രാശിയിൽ വരുന്നത്. തൊഴിൽ ലബ്ധി, തൊഴിലില്ലാതെ വിഷമിക്കുന്ന ആളുകൾ 2025 ഒരു തൊഴിൽ ലഭിക്കുമോ എന്നുള്ള ഭയത്തിലിരിക്കുന്ന
തൊഴിൽ ലബ്ധിയുടെ സമയമാണ്. ബിസിനസ് ചെയ്യുന്നവർക്ക് ഉയർച്ചയുടെ സമയമാണ്. സന്താനങ്ങളിൽ നിന്ന് ശുഭകരമായ വാർത്തകൾ ശ്രവിക്കാനുള്ളൊരു ഭാഗ്യം കൂടി മീനം രാശിയിൽ ജനിച്ച ആളുകൾക്കുണ്ടാകുന്നുണ്ട്. സന്താനങ്ങളുടെ വിവാഹകാര്യമാകാം, സന്താനങ്ങളുടെ വിദ്യാഭ്യാസ കാര്യമാകാം, അവരുടെ ജോലി സംബന്ധമായ കാര്യമാകാം. അങ്ങനെ ഏത് വിധേനയും സന്തോഷം ഉണ്ടാകും. അതായത് സന്താനങ്ങളുടെ വളർച്ച കാരണം, സന്താനങ്ങളുടെ ഉയർച്ച കണ്ട് സന്തോഷിക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടാകുന്ന സമയം കൂടിയാണ് 21-ാം തീയതിക്ക് ശേഷം ഉണ്ടാകാൻ പോകുന്നത്. അതേപോലെ തന്നെ സന്താനമില്ലാതെ വലയുന്ന മാതാപിതാക്കൾ ദമ്പതികളുണ്ടല്ലോ, അവർക്ക് സന്താന യോഗം ഈ ഒരു സമയത്ത് കാണുന്നുണ്ട്. പലവിധേനയും വരുമാന മാർഗങ്ങൾ പല വിധത്തിലും മുന്നിലേക്ക് തെളിഞ്ഞു വരുന്ന ഒരു സമയം കൂടിയാണ്. ജോലി ചെയ്യുന്നുണ്ട്, ധനം കയ്യിലേക്ക് സേവ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് വിഷമിച്ചിരുന്ന ആളുകളുണ്ടാവും. അവർക്ക് നല്ല രീതിയിൽ പുതിയൊരു തൊഴിലിലേക്ക് കയറാനും ആ തൊഴിൽ വഴി ജീവിതത്തിൽ ഇനി മുന്നോട്ട് സന്തോഷത്തോടു കൂടി കഴിയുവാനും വരുമാന മാർഗങ്ങൾ പല വിധത്തിൽ തെളിഞ്ഞു വരുവാനും ഒക്കെയുള്ളൊരു ഭാഗ്യം കൂടിയാണ് ഈ ജനുവരി 21 ചൊവ്വയുടെ അനുഗ്രഹം നിമിത്തം സിദ്ധിക്കുന്നത്. ഇന്നേ ദിവസം മകരസംക്രാന്തി ദിനമാണ്. ഇവരും ക്ഷേത്ര ദർശനമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാകും എന്നുള്ള വിശ്വാസത്തിലിരിക്കുകയാണ്. അപ്പോൾ ഇന്നേ ദിവസം ചില കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്നുള്ള വീഡിയോകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അതൊന്നുകൂടി നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് പറയുകയാണ്. ഇന്നേ ദിവസം മരങ്ങളൊന്നും മുറിക്കാൻ പാടില്ല എന്ന ഒരു കാര്യം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ വൈകുന്നേര സമയങ്ങളിലാകട്ടെ, അല്ലെങ്കിൽ ഇന്നത്തെ ഒരു ദിവസം പൂർണ്ണമായും നമ്മൾ മരങ്ങൾ മുറിക്കുകയോ ചെടികൾ നശിപ്പിക്കുകയോ, പ്രത്യേകിച്ച് തുളസിയില ഒരു വിധത്തിലും നശിപ്പിക്കാനോ ഒന്നും പാടുള്ളതല്ല. സന്ധ്യാസമയത്ത് അതിനെ ഒരു 6 മണിക്ക് ശേഷം കഴിവതും അതിനെ തൊട്ട് വിഘ്നപ്പെടുത്താനും ഒന്നും പാടുള്ളതല്ല. അതേപോലെ ഇന്നേ ദിവസം ദാനധർമ്മങ്ങൾ ചെയ്യുന്നതിന് വളരെ ഉത്തമമായ ദിനമാണ്. ഏവരും അതൊക്കെ ചെയ്ത് കാണുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. അരി, ഗോതമ്പ്, ശർക്കര, പയർ, തിന, എള്ള് എന്നിവ ദാനം ചെയ്യുകയാണെങ്കിൽ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം സിദ്ധിക്കുന്നതാണ്. അല്ലാത്ത പക്ഷം ഇത് ദാനം ചെയ്യുകയല്ല, ഇന്നേ ദിവസം ഇതൊക്കെ ഭവനത്തിലേക്ക് വാങ്ങിച്ച് കൊണ്ടുവരികയാണെങ്കിലും ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം സിദ്ധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഭവനങ്ങളിലൊക്കെ വാങ്ങിച്ചിട്ടുണ്ടാകാൻ സാധ്യതയുള്ളതാണ്. അരി വാങ്ങിച്ചിട്ടുണ്ടാകും, ഗോതമ്പ്, ശർക്കര, പയർ, ഇതൊക്കെയും അതുപോലെ ദാനം ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠകരമായ, അതായത് നമ്മുടെ പൂർവ്വജന്മത്തിലോ ഈ ഒരു ജന്മങ്ങളിലോ നമ്മൾ ചെയ്തു പോയ പാപങ്ങൾക്കൊക്കെയും അതൊരു മോചനമായി ഭവിക്കുന്ന ഒരു സമയം കൂടിയാണ്. കുംഭമേള നടക്കുന്ന സമയം കൂടിയാണ്. ഇന്നേ ദിവസം ആരെയും അപമാനിക്കുവാൻ പാടില്ല. പ്രത്യേകിച്ച് നമ്മളിൽ മുതിർന്ന ആളുകളെ അപമാനിക്കാനോ, ആരോടും നിന്ദ്യമായ ഭാഷയിൽ സംസാരിക്കാനോ, ദേഷ്യത്തിൽ സംസാരിക്കാനോ, കോപത്തിൽ സംസാരിക്കാനോ ഒന്നും പാടില്ലാത്തൊരു ദിവസം കൂടിയാണ്. കാരണം ഇതൊക്കെ നമുക്ക് ദോഷത്തിനോ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ദിവസത്തിൻ്റെ പുണ്യം നമ്മളിലേക്ക് വന്ന് ഭവിക്കുന്നതിന് ഒരു വിഘ്നമായി മാറാനുള്ളൊരു സാധ്യത കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നേ ദിവസം ആരോടും മോശമായി പെരുമാറാൻ പാടില്ല. പക്ഷി മൃഗാദികളെ ഉപദ്രവിക്കാൻ പാടില്ല. ഇന്നത്തെ ദിവസം എല്ലാം ദൈവ ചൈതന്യം നിറഞ്ഞൊരു ദിനം കൂടിയായിരുന്നു. ആ ദിനത്തിൻ്റെ അവസാന സമയത്തിലേക്കാണ്, അതായത് വൈകുന്നേരത്തിലേക്ക് എത്തിയിരിക്കുകയാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ ആ രാവിലെയുള്ള സമയങ്ങളിലൊക്കെ നമ്മൾ നല്ല വിധേനയുള്ള കാര്യങ്ങൾ ചെയ്ത് ഈ ഒരു ദിവസത്തെ വളരെ പൂർണ്ണമായ അല്ലെങ്കിൽ പുണ്യഭാവത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഇനി തുടർന്നുള്ള ആ ഒരു സമയങ്ങളിലൊക്കെ നേട്ടം ലഭിക്കുന്നതിനും കൊണ്ടുവന്ന് എത്തിച്ചിട്ടുണ്ടാകും. ഏവർക്കും ഇതൊക്കെ അറിയുന്ന കാര്യങ്ങളാണ്, നമ്മൾ പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല. എങ്കിൽ പോലും അറിയാത്ത ആളുകളുടെ ഓർമ്മയിലേക്ക് അല്ലെങ്കിൽ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നതാണ്. പ്രാർത്ഥനയോടെ ഇരിക്കുക. രാവിലെ ക്ഷേത്രത്തിൽ പോകാൻ കഴിയാത്തവർ വൈകുന്നേരം ക്ഷേത്രത്തിൽ പോവുക, ഭഗവാനെ ദർശിക്കുക, പ്രാർത്ഥിക്കുക, അനുഗ്രഹം വാങ്ങിക്കുക. നന്ദി.